പറമ്പിക്കുളം ആളിയാർ ജലപ്രശ്നത്തിൽ സമരം ചെയ്യുന്ന കർഷകരെ കുറ്റപ്പെടുത്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കർഷകർ വിളയിറക്കാൻ വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും എപ്പോഴായാലും വെള്ളം ലഭിക്കുമല്ലോ എന്നും കർഷകർ കരുതിയെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പറമ്പിക്കുളം ആളിയാർ ജലപ്രശ്നത്തിൽ ചിറ്റൂർ മേഖലയിലെ കർഷകരുടെ അനിശ്ചിതകാല റിലേ സമരം തുടരുന്നതിനിടെയാണ് വിഷയത്തിൽ കർഷകരെ കുറ്റപ്പെടുത്തി മന്ത്രി കൃഷ്ണൻകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. കർഷകർ വിളയിറക്കാൻ വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും എപ്പോഴായാലും വെള്ളം ലഭിക്കുമല്ലോ എന്ന് കർഷകർ കരുതിയെന്നും മന്ത്രി പറഞ്ഞു. ഞാനൊരു കൃഷിക്കാരനാണ്. ഞാനിങ്ങനെ മടിച്ചിരുന്ന് മെല്ലെ കൃഷി ചെയ്യാൻ എപ്പോഴും കിട്ടും എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് വന്നത്. അതിൻ്റെ ഒരു ദോഷമാണ് ഇപ്പോൾ വരുന്നത്. അതങ്ങനെ ശീലിച്ചു വന്നു. എപ്പോഴും വെള്ളം കിട്ടുന്നുള്ളൊരു തോന്നലിൽ നമുക്ക് വൈകി വന്നു. വിഷയത്തിൽ തെറ്റായ വിവരങ്ങളാണ് പ്രചരിക്കുന്നത്. മഴക്കുറവാണ് തമിഴ്നാട് വെള്ളം തരാത്തതിന് കാരണം. വെള്ളത്തിനായി ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. 250 ഘനയടി വെള്ളം വിട്ടുകിട്ടാൻ ധാരണയായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണ് കൂടുതൽ ജലം വിട്ടുതരാൻ തമിഴ്നാട് തീരുമാനിച്ചത് എന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ മയപ്പെട്ട സമീപനം കൊണ്ടല്ല. ഇപ്പൊ 100 അവർ തരണ്ടല്ലോ. അവർക്ക് വെള്ളമില്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ 290 എടുത്തു. എന്തുകൊണ്ടാണ്? നമ്മൾ ശക്തമായ നടപടി എടുത്തതുകൊണ്ടല്ലേ, ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട്, എല്ലാം ഇടപെട്ടത് കൊണ്ടാണ് ഇത്രയൊക്കെ എത്തിയത്. അതേസമയം പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം 400 ഘനയടി വെള്ളമാണ് തമിഴ്നാട് കേരളത്തിന് തരേണ്ടത് എന്നിരിക്കെ വിഷയത്തിൽ തമിഴ്നാടിനെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ മന്ത്രി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ജനം, പാലക്കാട്.